ഇന്നിവിടെ നടക്കുന്നത് യുവാക്കളുടെ നോമ്പ് തുറയാണ്. ഈ സ്ഥലമെന്ന് പറയുന്നത് മണനാട്ടിൽ നിന്നും ഏകദേശം കടയ്ക്കവർ പോകുന്ന റോഡിൽ നിലയ്ക്കാമുക്കിന് മധ്യേ ഗാന്ധി മുക്കിൽ നിന്നും വലത്ത് ഭാഗത്തേക്ക് തിരിയുന്ന ഭാഗമാണ് ഇനി കായൽ വിളിമ്പിൽ വരുന്ന മൈന പാർക്ക് എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത്. ഈ മൈന പാർക്കിൽ വെച്ചിട്ട് ഇന്നത്തെ യുവാക്കളുടെ സലഫി മസ്ജിദുമായി ബന്ധപ്പെട്ട് യുവാക്കളുടെ ഒരു നോമ്പ് തുറയാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ നോമ്പ് തുറയെ യുവമതം എന്ന പേരിട്ടാണ് ഇന്നത്തെ ഈ മതപ്രഭാഷണവും കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇന്നത്തെ ക്ലാസ്സും എല്ലാം യുവാക്കൾക്ക് വേണ്ടിയുള്ള ഒരു ഉപദേശം എന്നപോലെ തന്നെയാണ്. അതിലുപരി അവരുടെ ആത്മാർത്ഥമായ ശ്രമഫലം കൊണ്ട് ഇന്നിവിടെ വന്നവർക്കെല്ലാം നോമ്പ് തുറയും ഇതിനുവേണ്ടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ സംഘടിപ്പിച്ചത് മാത്രമല്ല, ഈ വരും തലമുറകൾക്ക് ഈ യുവാക്കളെ കൊണ്ട് നാളെ ഈ സമൂഹത്തിന് ഉപയോഗം ഉണ്ടാകണം എന്നുള്ള ഒരു ഉദ്ദേശം കൂടി മുൻനിർത്തിക്കൊണ്ടാണ് ഈ യുവപഥം എന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ പ്രവർത്തനം ഇന്നിവിടെ നടത്തുന്നത്. അതിനുവേണ്ടിയാണ് നമ്മളെല്ലാം ഇവിടെ കൂടിയിരിക്കുന്നത്. ഈ സുന്ദരമായ ഈ അന്തരീക്ഷവും ഈ പ്രകൃതി ഭംഗിയും ആസ്വദിച്ച് വേണം നിങ്ങൾ എല്ലാത്തിലും പങ്കെടുക്കുവാനും. ഈ നോമ്പ് തുറയിൽ പങ്കെടുക്കുന്നവർക്കും ഈ ഇവിടുത്തെ ഈ മതപ്രഭാഷണവും കേൾക്കാനും എല്ലാത്തിനും ഒരു അന്തരീക്ഷം ഒരു അന്തരീക്ഷം നല്ലതായി ഉണ്ടെങ്കിൽ മാത്രമേ അറിവ് പകർത്തി കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരങ്ങളുണ്ടാവും. ആ അറിവിന് പകർത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ മേഖലയിൽ തന്നെ വെച്ച് ഇങ്ങനെ ഒരു സംഭാഷണം, ഇങ്ങനെ ഒരു നോമ്പ് തുറ സംഘടിപ്പിച്ചിരിക്കുന്നു. ആ സംഘടിപ്പിച്ച എല്ലാവർക്കും എൻ്റെ ഈ വന്നവരുടെ എല്ലാവർക്കും ഞാൻ എൻ്റെ ആശംസകൾ അർപ്പിക്കുന്നു. വിശുദ്ധ ഖുർആൻ അവതീർണമായ രാവ് ഉൾക്കൊള്ളുന്ന അവസാന പത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുകയാണ്. ആരാധനകളിൽ മുഴുകിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണത്തിലൂടെയും രാത്രി നമസ്കാരങ്ങളിൽ പ്രതിഫലം നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മൾ സംഘടിപ്പിക്കുന്ന ഇത്തരം സദസ്സുകൾ അത് പ്രധാനമായും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ആറ്റിങ്ങൽ മണ്ഡലം സെക്രട്ടറി ആയിട്ടുള്ള നിസാർക്കയാണ്. അതിനുവേണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വിശുദ്ധ റമദാൻ മാസം അല്ലെങ്കിൽ അതിന് നമ്മൾ അവർക്ക് വേണ്ടി വൈകിട്ട് നമസ്കരിച്ചു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഈ റമദാനെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ വരികൾ. മണനാക്ക് ഗാന്ധി മുക്കിൽ നിന്നും താഴോട്ടാണ് ഞാനിപ്പോൾ ഉള്ളത്. മൈന പാർക്കിലെ ആ പ്രകൃതി ഭംഗി നമുക്ക് ആസ്വദിക്കാം. ഉറക്കെ കരയാൻ മാത്രം കഴിയില്ല. ആദ്യം പിന്നെ ചുണ്ടിൽ കൊഞ്ചി പതുക്കെ പാദം കുറച്ചു. പിന്നീട് യാത്രയുടെ വേഗത സ്പീഡ് ഗർവങ്ങളിൽ നിയന്ത്രിക്കാൻ കഴിയാത്തതാണ്. ഓരോ ദിനവും പുതിയ ആഗ്രഹം നോക്കിത്തിരിഞ്ഞു. മനസ്സിൽ ആഗ്രഹങ്ങൾ മൈന പാർക്കിലെ കായൽ വിളമ്പാണ്. രസകരമായ ഈ യാത്രയ്ക്ക് എന്ത് വേഗതയാണ്. പ്രകൃതി ഭംഗി. സ്കൂൾ, കോളേജ് أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين كفروا وصدوا عن الحمد لله رب العالمين
نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون 70-നും ഇടയിലുള്ള ശരാശരി ആയുർദൈർഘ്യമുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ കഴിഞ്ഞു പോകുന്നതും ജീവിക്കുന്നതും യുവത്വത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ യുവത്വത്തെ പലരും ആഗ്രഹിക്കുന്നുണ്ട്. രാഷ്ട്രീയ സംഘടനകൾ എടുത്താലും മറ്റ് ഭൗതികമാകട്ടെ ആത്മീയമാകട്ടെ ഏതൊരു കൂട്ടായ്മ എടുത്താലും അവിടെ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് യുവത്വത്തിനെയായിരിക്കും. കാരണം ഒരു സമൂഹം അത് നന്മയുടെ ആളുകളായി തീരണമെങ്കിലും യുവത്വം മരിക്കുന്നതിന് മുമ്പ് ആ ലക്ഷ്യത്തിലൂടെ സഞ്ചരിച്ചു മരണപ്പെടണമെന്നും അവരുടെയൊക്കെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താ, എങ്ങനെയെങ്കിലും ഇൻസ്റ്റയിൽ ഒരു ചെറിയ ഷോർട്സ് ഇട്ടിട്ട് അവസാനിക്കുന്നതിലൂടെ നിസ്സഹായതയോടുകൂടെ അവർ നമുക്ക് കഴിയുമ്പോൾ ജമാല് എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. എന്തോ ഒന്നും അറിയാൻ വയ്യ. കുറച്ചാൾക്കാരെ മാത്രം ഫോക്കസ് ചെയ്ത് പിടിക്കണേട്ടാ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലല്ലോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലല്ലോ. മറ്റേ
കറക്റ്റ് ഇവിടെ തന്നെ വീഴുകയും ചെയ്യും.